ഹേ ഗായ്സ്, നമ്മൾ വയനാട്ടുകാരുടെ പുഷ്പോത്സവം അതായത് പൂപ്പൊലി 2025 നമ്മളിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പൂക്കൾ അവിടെ ഉണ്ട്. ഇതിങ്ങനെ കാണാൻ മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകും കൂടി ചെയ്യാം. പൈസ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതില്ലേ അവിടെ സെറ്റ് ചെയ്ത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടേനോ. ഈ പകൽ സമയത്ത് പോവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റിയിരുന്നു. നമ്മൾ രാത്രിയാണ് പോയത്, അതുകൊണ്ട് തന്നെ ഈ നല്ല വെളിച്ചടിച്ചിട്ട് അങ്ങനെ കറക്റ്റ് അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റും കൊണ്ട് ക്യാമറയിലേക്ക് ലൈറ്റാണ് ഭയങ്കരമായിട്ട് ഫോക്കസ് ആവുന്നത്. അതായത് പൂക്കളേക്കാളും ലൈറ്റാണ് കേട്ടോ ഫോക്കസ് ആവുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പൂക്കൾ മാത്രമല്ല, കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാളുകളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ തന്നെ ആദ്യം സെറ്റ് ചെയ്തൊരു പാർക്കാണിത്. അതിലിതുപോലെ കുറച്ച് വെള്ളവും പിന്നെ ഈ ഊരുന്ന സംഭവങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ കയറണമെങ്കിൽ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ അതുപോലെ പെറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. കുറേ കോഴിയും താറാവും അങ്ങനെയൊക്കെ ഇട്ട്. പിന്നെ ഇങ്ങനത്തേലൊക്കെ കയറണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവർക്കൊരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇത് ആകെ ജനുവരി 15 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്റ്റാളുകളിലേക്കാണ് പോയത്. അവിടെ കുറേ മിഠായികളും ഈ പണ്ടത്തെ ഓർമ്മകളും മിഠായികൾ, അതുപോലെ ടോയ്സ്, പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ, നല്ല റഷ് ആയിരുന്നു. നമ്മൾ കുറേ നടന്നാണ് ഒന്ന് പുറത്തേക്ക് എത്തിയത്. പിന്നെ ഇത് നമ്മളെ പ്രളയം ഉണ്ടായില്ലേ, അതിനെ സൂചിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം കേട്ടോ അത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി, അതായത് ഫുഡ് സ്റ്റാളിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവനക്ക് ഈ ഒരു പാമ്പിനെ വാങ്ങിക്കൊടുത്തിന്, അതുകൊണ്ട് എല്ലാവരെയും പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കി. എല്ലാം കുഴപ്പമില്ലേനെന്ന് മാത്രം പറയാം. നല്ല ടേസ്റ്റൊന്നുമില്ല, അത്യാവശ്യം നോർമൽ, എല്ലാം നല്ല നോർമൽ ഒരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് പറയാന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക്കാണ്, അതുകൊണ്ട് പേര് പറയാത്തതാണ് നല്ലത്. എന്തായാലും കുഴപ്പമില്ലേനു, അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് എന്താ പറയുക, ഈ ആകാശത്തോണിയില്ലേ ഇവിടെ ഒന്ന് കയറണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കയറണമെന്ന് വിചാരിച്ചിട്ടില്ല, അവിടെ എത്തിയപ്പോൾ എന്തായാലും ഇത്രയും ദൂരം വന്നില്ലേ, എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. എല്ലാവരും കയറിയിരുന്നു. പിന്നെ കയറിയതും കരഞ്ഞതൊന്നും ആരും കാണണ്ടല്ലോ വെച്ചിട്ട് ആ വീഡിയോ ഒന്നും എടുക്കാണ്ടെന്ന്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സെക്ഷനുകളുണ്ട്. എന്തായാലും പൈസനെ നമ്മൾ ഒരുമാതിരി എല്ലാ സംഭവത്തിലും കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിന്. അങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ സമയം കൊണ്ട് തന്നെ ഫോണിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ. ചാർജൊക്കെ തീർന്നിട്ട് പിന്നെ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീർ എൻ്റർടൈൻമെൻറ്റ്.